എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാബയും ആകപ്പാടെ കട്ടക്കലിപ്പിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വീണ് കയറി വരുന്നത്. വീണ് കയറി വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാം. എന്താ കാര്യം? ദേ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, അനന്തപുരി പോലുള്ള ആ വലിയ തറവാട്ടില് നിന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുക. അപ്പൊ നീ പിണങ്ങി ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നാട്ടുകാരെന്ത് പറയും? അതിനേക്കാൾ ഉപരി അറിയാലോ, കോടികളുടെ സ്വത്തുള്ളവനാനി. അവനെങ്ങനെയെങ്കിലും മയക്കെടുക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം പറയണം. ഇത് കേട്ടോണ്ടാ രേവതി എങ്ങോട്ട് വരുന്നേ. അത് വേണു കേട്ടാ, മോളുടെ സ്വഭാവം അറിയാലോ. എത്രയെന്ന് വെച്ചാ ആ നവ്യ നയനെ ഉള്ളിടത്തോളം കാലം അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. രേവതി, ഒരു കാര്യം ഞാൻ പറയാം. തന്ത്രത്തിൽ അവനെ വീഴ്ത്തുക ചെയ്യണ്ടേ. ദേ അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് ഇവള് ശ്രമിക്കണ്ടേ. അല്ലാതെ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങോട്ട് പോരുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒന്ന് ഇവള് നിന്നു. ഇനിയിപ്പം അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, വിളിക്കാൻ വന്നില്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. പിന്നെ ഹനി വരാതിരിക്കട്ടെ. അനെ വരായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. അതൊക്കെ നിന്റെ തോന്നൽ മാത്രമല്ലേ. അനന്തപുരിക്കാര് അന്തസ്സും അഭിമാനം ഉള്ളവരാ. സ്വന്തം ഇഷ്ടപ്പെടാൻ തോന്നിയാസം ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടാണെങ്കിൽ അവരിങ്ങോട്ട് വന്ന് വിളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും വിളിക്കത്തില്ലെന്ന് പറയണ. അതുകൊണ്ട് ഇപ്പൊ തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങളൊക്കെ നീങ്ങാനായിട്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. എങ്ങനെയെങ്കിലും അവരെ കയ്യിലെടുക്കണം. അവരെ കയ്യിലെടുത്ത് ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറാൻ നോക്ക്. അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. അല്ലച്ചാ, അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് എന്റേതായ അഭിമാനം ഇല്ലേ. ദേ അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ടിട്ടാണെങ്കിൽ പണം ഉണ്ടാകത്തില്ല. പണം വേണമെങ്കിൽ നമ്മുടേതായി വഴിക്ക് നീങ്ങണം. കുറച്ചൊക്കെ താന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയതിന് ശേഷം മതി നമുക്ക് പിന്നെ വേറെന്തെങ്കിലും ചെയ്യാനായിട്ട്. അറിയാലോ, അതുവരെ നമ്മൾ ഇച്ചിരി ക്ഷമിച്ചും സഹിച്ചൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയണം. ഈ സമയം രേവതി പറഞ്ഞു, അത് ശരിയാ മോളെ. അല്ല നിനക്ക് ഒട്ടും ബുദ്ധിയില്ലായി പോയല്ലോ രേവതി. ദേ ഇവള് തുള്ളുന്നതിനൊപ്പം നീ തുള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിനക്കറിയായിരുന്നല്ലോ ഇവളെ പറഞ്ഞു തിരുത്തി അവിടെ നിർത്തേണ്ട ആള് നീയല്ലായിരുന്നോ? അത് പിന്നെ മോള് കയ്യെ പിടിച്ച് വലിച്ച് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കൂടെ അങ്ങ് ചാടി പോന്നിരിക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റാൻ നോക്ക്. അത് ഏറ്റവും നല്ല മാർഗം. ദേ ഹോസ്പിറ്റലിൽ പോയി അവരെയൊക്കെ ഒന്ന് മയക്കെടുക്ക്. എന്നിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. ഇനിയിപ്പം വെറുതെ നാണം കിടണ്ടെന്ന് പറയണം. അനാമയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഹോസ്പിറ്റലിലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങോട്ടാണെങ്കിൽ പോവാം. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കാം. ഇനിയിപ്പോൾ ചെല്ലാതിരുന്നിട്ടാണെങ്കിൽ അവർക്ക് സംശയവും. ഇത് കേട്ടതും വേണു പറഞ്ഞു, അത് ശരിയാ, ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയം. നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അല്ല വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് ശരിയാന്ന് പറയണം. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ആദർശ് പുറത്തിറങ്ങി വന്നിപ്പത്തേനും പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛാ. ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയണം. ആരുടെയെങ്കിലും പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ AB നെഗറ്റീവ് റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കിട്ടിയാൽ മാത്രമേ ഇനിയിപ്പോൾ ദേവേനയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ജയൻ എന്ത് ചെയ്യണം, അറിയാവുന്നവരോടൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ബ്ലഡ് ഗ്രൂപ്പ് വളരെ വിരളമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. പിന്നീട് ആദർശ് അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു പ്രശ്നം ഉണ്ടാന്ന് പറയണേ. എന്താ കാര്യം? അതെ ഇങ്ങനെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. ആ ഗ്രൂപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് കിട്ടി ബ്ലഡ് മൊത്തം മാറ്റണമെന്നാ പറയണേ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, ആദർശമായിട്ട് സമാധാനം ഇട്ടിരിക്കുക, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അങ്ങനെ അനിയും കൂടെ അങ്ങോട്ട് വരുവാണ് ഹോസ്പിറ്റലിലേക്ക്. വന്നു കഴിഞ്ഞപ്പോൾ അനിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനി പറഞ്ഞ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അനിയുടേതായ രീതിക്കൊക്കെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം അറിയുന്നത്. അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഇതറിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു സമാധാനമായി. അങ്ങനെയാണെങ്കിൽ അവൾ വരുവാണെങ്കിൽ ബ്ലഡ് കൊടുത്ത് വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റൂലോ. ആ ഒരു പ്രതീക്ഷ അനിയുടെ മനസ്സിലേക്ക് ഉണ്ടാവാണ്. പിന്നീട് അനാമികനെ വിളിക്കുക. അനിയനമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പത്തിനും അനാമിക ഓർത്തെന്താ എന്തോ കാര്യമായിട്ട്, കാരണം താനെ പോകുന്നതിന്റെ ആ ഒരു വിഷമത്തിൽ അനി തന്നെ തിരികെ വിളിക്കുന്നതായിരിക്കും എന്ന് ഓർത്തോണ്ടായിരുന്നേ. അങ്ങനെ അനി വിളിച്ചിട്ട് അനാമിയോട് ചോദിച്ചു, അല്ല നീ ഇത് എവിടെയാന്ന് ചോദിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ, അല്ലാതെ എവിടെയാ? പെട്ടെന്ന് ചോദിച്ചു, അല്ല നീ ഹോസ്പിറ്റലിലേക്ക് മറ്റോ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനാമിക പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, എനിക്ക് വല്യമ്മേനെ കാണണമെന്ന് പറയണം. ഇത് കേട്ടതും അനി ഓർത്തു, ഒരു പക്ഷേങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ, നേരിട്ട് കണ്ട് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അല്ലാതെ ഫോണിൽ കൂടെ പറഞ്ഞ് ശരിയാകത്തില്ലോ. എന്നാൽ ശരി നീ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറയണം. അങ്ങനെ കോള് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയോട് അനാമിക പറഞ്ഞു, എന്തോ അനിയും കൂടി ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഒരു പക്ഷെ എന്നെ ഇനി തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനാണെന്ന് അറിയത്തില്ല. അനി ഹോസ്പിറ്റലുണ്ടെന്ന് പറയണം.
എന്നാ ബാ മോളെ, സമയം കളയാതെ നമുക്ക് പോയേക്കാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയം അതിന് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ രേവതി അനാമിയും കൂടെ വരുവാണ്. രേവതി അനാമിയും കൂടെ വന്നു കഴിയുമ്പോൾ അനാമിക രേവതിയോട് ദേ നിൽക്കുന്നുണ്ട്, അനി എവിടെ നിൽക്കുന്നുണ്ട്, മിക്കവാറും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം തീർക്കാനാണോ വിളിച്ചു വരുത്തിയത്, പറയാൻ പറ്റത്തില്ലെന്ന് പറയണം. മോള് ധൈര്യമായിട്ട് വരാനും പറഞ്ഞിട്ട് അങ്ങനെ അനാമയും കൂട്ടി രേവതി അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനു പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളൊരു കാര്യം സംസാരിക്കണ്ട അനാമിക എന്ന് പറയണം. അല്ല എന്താ കാര്യം? ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അല്ല ഇപ്പം എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു, കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, ബ്ലഡ് മാറ്റി കയറ്റണമെന്നാണ് പറയണേ. പക്ഷേങ്കിൽ വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്, അത് കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ളതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി അനാമികനെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് അനു ചോദിച്ചു, അല്ല നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ബ്ലഡ് കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടോ അനാമിയോട്, ഞാൻ കൊടുക്കാനാ ബ്ലഡ്? നല്ല കഥയായിപ്പോയി, ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാ. നീ എന്താ അനാമയെ പറയണെന്ന് ചോദിക്കുക. അതെ വല്യമ്മയുടെ ജീവന് വേണ്ടിട്ടല്ലേ, നിന്നെ അത്രയും സ്നേഹിച്ചല്ലേ. ഒന്നുമല്ലെങ്കിലും നീ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നയനേച്ചിയെ മരുമോളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും നിന്നെ മരുമോളായിട്ട് അംഗീകരിച്ചല്ലേ, അതുകൊണ്ട് നീ ബ്ലഡ് കൊടുക്കില്ലെന്ന് ചോദിക്കാം. പിന്നെ എനിക്കിപ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ, ബ്ലഡ് കൊടുക്കാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാം, വേറെ ആരെങ്കിലും അന്വേഷിക്കുക, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാം. മുഖത്തടിച്ചു പോലെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായപ്പോയി എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലായി ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന്. പിന്നീട് രേവതിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനായിരുന്നോ വിളിച്ച്, ഇങ്ങോട്ട് വാമ്മേ, വെറുതെ വന്ന് വേസ്റ്റ് ആയി പോലെ വരണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബ്ലഡ് കൊടുക്കണം പോലും എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ചങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ദേവേനെ കാണാൻ പോലും അവർ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി, കാരണം ഇത്ര ക്രൂരമായ മനസ്സാണല്ലോ അനാമികയുടേന്ന് അവൻ തിരിച്ചറിയുമായിരുന്നു. ഈ സമയം പുറത്തു പോയ നയനെ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. നയനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയും ആദർശമൊക്കെ വല്ലാത്ത സങ്കടത്തിലിരിക്കുന്നു കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണത്. അങ്ങനെ ആദർശം കൊണ്ട് എന്താ ആദർശേട്ടാ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. എന്ത് പ്രശ്നം, കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മയ്ക്ക് ബ്ലഡ് വേണമെന്ന് പറയാം. ബ്ലഡ് വേണോ, അതിന് ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ എവിടെ ചോദിച്ചാൽ ആരെങ്കിലും അന്വേഷിച്ചാൽ കിട്ടത്തില്ലെന്ന് ചോദിക്കാം. അതൊന്നും അല്ല പ്രശ്നം. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അധികം സാധാരണഗതിയിൽ ആർക്കും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പാണ് AB നെഗറ്റീവ്. അത് കിട്ടാൻ അധികം പ്രയാസമുള്ളതെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അതെ അനാമിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതായിരുന്നു, പക്ഷെ അവളോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ, പക്ഷെ അവൾ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ലെന്ന് പറയണം. ഇത് കേട്ടതും നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷേങ്കിൽ നയന പെട്ടെന്ന് പറഞ്ഞു, അതെ ആദർശാൻ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കാം. എന്താ കാര്യം? അതെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്ന് പറയണോ. ഇത് കേട്ടതും ആദർശന് എന്തെന്നില്ലാത്ത സന്തോഷമായിപ്പോയി, കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. പിന്നീട് അനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റൂല ആദർശേട്ടാന്ന് ചോദിക്കണം. നയന പറഞ്ഞു, എനിക്ക് സമ്മതം ആദർശേട്ടാ, അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് എൻ്റെ ബ്ലഡ് വേണേ മൊത്തം ഊറ്റിയെടുത്തോട്ടെ, എന്നാലും കുഴപ്പമില്ല, അമ്മയുടെ ജീവൻ രക്ഷിച്ചാൽ മതി, അമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ മതി. ആദർശ നയനയുടെ ആ വില മനസ്സിലാക്കുമായിരുന്നു. ഇത്രയേറെ ദ്രോഹിച്ചിട്ട് സാധാരണയാണെങ്കിൽ ഏതൊരു മരുമോളാണെങ്കിൽ പോലും പുറം കാലം കൊണ്ട് ചവിട്ടി എറിയുള്ളൂ. അവരോട് തള്ള കിടന്ന് അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വേണ്ട, തന്നെ ഇത്രയും ദ്രോഹിച്ചല്ല എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ അതൊന്നും നയന മനസ്സിൽ കണ്ടുപോലുമില്ല. കാരണം എങ്ങനെയായാലും ദേവയാനി ജീവിതത്തിലേക്ക് മടങ്ങി വേണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആദർശ് എന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയണം, എൻ്റെ ഭാര്യയുടെ ബ്ലഡ് AB നെഗറ്റീവ് ആണ് ഡോക്ടറെ, അന്ന് ശരി പെട്ടെന്ന് ക്രോസ് മാച്ച് ഒക്കെ ചെയ്തു കൊടുത്തോളൂ എന്ന് പറയണം. കാരണം ബ്ലഡ് സെറ്റാക്കാനായിട്ട്. അങ്ങനെ എല്ലാം നയനയുടെ ബ്ലഡൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി എല്ലാം ഓക്കെ എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നയന ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് കയറുവാണ്. അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ കയറിക്കുന്നത് ഒരു വശത്ത് ദേവയാനി മറുവശത്ത് നയനെ കിടത്തിരിക്കുക. അങ്ങനെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം നയനയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ കടന്നു പോവുക. ഒരു പക്ഷേങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ താൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ ആ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പാവ അമ്മ, എന്നാലും കുഴപ്പമില്ല, തന്നെ കുറെ ദ്രോഹിച്ച, എന്നാലും ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി വന്നാൽ മതിയായിരുന്നു. ഇതാര് ചെയ്തതാണെങ്കിലും അവർക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ അമ്മയ്ക്ക് വരുത്തി അവർക്ക് ഒരിക്കലും നല്ലത് വരാനൊന്നും പോകുന്നില്ല. കാരണം അവർ അത്രമാത്രം വലിയ ക്രൂരത ചെയ്തിരിക്കുന്നത്. ഒരു ജീവനെയാണ് ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചിരിക്കുന്നത്. നവ്യേച്ചിക്ക് വെച്ചതാണെങ്കിലും അത് കൊണ്ടിരിക്കുന്ന തൻ്റെ അമ്മയ്ക്കാണ്. അതൊക്കെ ഓർത്തിഞ്ഞപ്പോൾ നയനയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു ഒഴുകുക. ഈ ബ്ലഡ് കൊടുത്തിട്ടാണെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിൽ. ആ സമയം പുറത്ത് നിന്ന് ആദർശിനോട് ജയം പറഞ്ഞു, എന്നാലും കണ്ടോ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ നയനമ്പോൾ തന്നെ വേണ്ടി വന്നു ദേവേനയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. ഇതുകൊണ്ടെങ്കിലും അവൾ പഠിച്ചാൽ മതിയായിരുന്നു പറയാം. ആദർശ് പറഞ്ഞു, അത് ശരിയാ, അയ്യപ്പസ്വാമി എൻ്റെ പ്രാർത്ഥന കേട്ടച്ചാ, അയ്യപ്പസ്വാമി
അയ്യപ്പ സ്വാമിയെ വിളിച്ച് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നടക്കുകയും ചെയ്തു. കാരണം മറ്റൊന്നുമല്ല അപേക്ഷിച്ചത്. എൻ്റെ അയ്യപ്പസ്വാമി മലയ്ക്ക് പോകാൻ മാലയിട്ട് ഞാൻ വ്രതം എടുത്തിരിക്കുക. ഈ 41 ദിവസം തീരുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും നയനയും തമ്മിൽ നല്ല സന്തോഷത്തോടെ അമ്മായിമ്മ മരുമകളുമായിട്ട് അങ്ങനെ ജീവിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം മിക്കവാറും ഇതോടുകൂടി സാധിക്കും. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ പോവാന്ന് ജയനോട് പറയണം. പക്ഷെ ജയന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നയന ബ്ലഡ് കൊടുത്ത് ജീവൻ തിരികെ പിടിച്ചാലും പക്ഷെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ദേവേനയുടെ സ്വഭാവം മാറുമെന്ന് അറിയത്തില്ല. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ആദർശം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. എന്നാലും കുഴപ്പമില്ല, തിരികെ ജീവിതത്തിലേക്ക് വരൂല. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവരെല്ലാവരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.